ഏവർക്കും നമസ്കാരം. കേരള സാംസ്കാരിക വകുപ്പും ഭാരത് ഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ സെക്കൻഡ് എഡിഷൻ്റെ 3-ാം ദിന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സാംസ്കാരിക പരിപാടി ആരംഭിക്കുന്നതിനായി വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറിനെ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി സിനി കെ തോമസ് മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അനുപമ മോഹൻ മാമിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി മാർഗി ഉഷ മാഡത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് റോബൻ സീവർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി സൗമ്യ ജുനലഗദ്ദ മാഡത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ സെക്കൻഡ് എഡിഷൻ്റെ ഔപചാരിക ചടങ്ങിലേക്ക് നാം കടക്കുകയാണ്. മാനവഗീതം ആലപിക്കുന്നതിനായി അപർണ AP ക്ഷണിക്കുന്നു. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും. ഭൂതവും ഭാവിയും വേറല്ലോതുമൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു. ജയിക്കുക ആഴമേറും നിൻ മഹസാം
ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രശസ്ത നാടക ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെ സർവാദരണീയനായ ഉദ്ഘാടകൻ, ജനാധിപത്യ കേരളത്തിൻ്റെ അഭിമാനമെന്ന് നമുക്ക് ആവേശത്തോടെ പറയാവുന്ന പ്രിയപ്പെട്ട പി പ്രസാദ് അവർകൾ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ ഏറെ പ്രിയപ്പെട്ടവരെ, കേരളീയതയുടെ സർഗകലകൾ അന്താരാഷ്ട്ര തലത്തിലെത്തേണ്ടതാണ്. അതിൻ്റെ നൈസർഗികമായിട്ടുള്ള ഉണർവും മിഴിവും ലോകത്തോളം കിടപിടിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ മലയാളിയല്ലാത്ത ഒരു വനിതയുടെ ഓർമ്മ പുതുക്കുകയാണ് ഭാരത് ഭവൻ ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമത്തിലുള്ള ഈ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിലൂടെ. ഇപ്രാവശ്യം ഗുരുക്കന്മാർക്കുള്ള പ്രണാമമാണിത്. പത്മശ്രീയും പത്മവിഭൂഷണും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഒക്കെ നേടി ജീവിതം കൊണ്ട് തങ്ങളുടെ സർഗാത്മക പ്രകാശനങ്ങൾ പുതിയ രീതിയിൽ പൊതുസമൂഹത്തിനായി കാഴ്ചവെച്ചവർക്കുള്ള വേദിയാണ് ഭാരത് ഭവൻ ഒരുക്കുന്നത്. വരും സാമ്പത്തിക വർഷം ഭാരത് ഭവൻ യങ് ടാലൻറ്റ് ഫെസ്റ്റ് ആയിട്ടാണ് പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ഫെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നമ്മുടെ ആരാധ്യനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി സമാപന സമ്മേളനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഇവിടെ ഇന്ന് 3-ാം ദിനമാണ്. വാക്കുകൾക്ക് പ്രസക്തിയില്ലാതാകുന്ന ഇടമാണ് കാഴ്ച എന്ന് പറയുന്നത്. മൗനവും ഒരു മുദ്രയാണ് എന്ന് നമ്മോട് പറഞ്ഞ വിദുഷിയായ ഒരു വലിയ വനിതയുടെ പേരിലുള്ള ഇത്തരം ഒരു സർഗോത്സവത്തിൽ കൂടുതൽ വാക്കുകൾ പറയുന്നില്ല. കപില വാത്സ്യായനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി നിങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന ചാവ് നൃത്തം ബംഗാളിലെ വളരെ സവിശേഷതയാർന്ന സെമി ക്ലാസിക്കൽ കലാരൂപമാണ്. നിറവും മാട്ടവും പാട്ടും കൊണ്ട് നമ്മുടെ മനം കവരുന്ന നൃത്തം. അതുപോലെ തന്നെ ഇന്നിവിടെ അവതരിപ്പിക്കാനിരുന്ന ഒഡീസി നൃത്തരംഗത്ത് ഏറെ ശ്രദ്ധേയായ ഷർമിള ബിശ്വാസ് അവതരിപ്പിക്കുന്ന നൃത്തമായിരുന്നു. വളരെ നിരാശാജനകമായി കഴിഞ്ഞ ദിവസം മാമിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. വലിയ സങ്കടത്തോടെയാണ് മാമും അത് സംസാരിച്ചത്. ഇവിടെ അവരുടെ ഒരു ശില്പശാല കൂടി നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു, 5 ദിവസത്തെ ശില്പശാല. ഇതെല്ലാം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന്. മറ്റൊരവസരത്തിൽ ഭാരത് ഭവൻ്റെ തന്നെ രംഗവേദിയിൽ പ്രിയപ്പെട്ട ഷർമിള ബിശ്വാസ് മാം ഒഡീസി നൃത്തവുമായിട്ട് എത്തും എന്ന് പറയുവാൻ അറിയിച്ചിരിക്കുന്നു. ഇവിടെ എൻ്റെ ഉത്തരവാദിത്വം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇവിടെ ചീഫ് ഗസ്റ്റായി ഇന്നത്തെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെയൊക്കെ അഭിമാനമായ യുവത്വത്തിൻ്റെയൊക്കെ പ്രസരിപ്പോടെ കാർഷിക രംഗത്ത്, അതുപോലെ തന്നെ സർഗാത്മക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് പി പ്രസാദ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഇടപെടൽ ഇതിനു മുൻപേയും, മന്ത്രി ആയപ്പോഴും അതിനു മുൻപേയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങളുമൊക്കെ വലിയ ആവേശത്തോടു കൂടി നോക്കി നിന്നവരാണ് നമ്മൾ. അദ്ദേഹത്തിൻ്റെ സവിശേഷ സാന്നിധ്യം ഇന്നത്തെ ചടങ്ങിനെ ഏറെ പ്രകാശപൂരിതമാക്കുന്നു. ഏറെ വിനയത്തോടെ ആവേശത്തോടെ പ്രിയപ്പെട്ട പി പ്രസാദിനെ ഈ സർഗാത്മക കൂട്ടായ്മയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയിലെത്തേണ്ടിയിരുന്ന ഒരാൾ രാജഗോപാൽ സാറാണ്. രാജഗോപാൽ സാർ നാളെ എത്തും. അദ്ദേഹം ഒരു യാത്രയിലായതിനാൽ എത്താൻ വൈകുന്നത് കൊണ്ടാണ്. മറ്റൊരാൾ ഇതുപോലെ നമുക്ക് എടുത്തു പറയാവുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ ബിനോയ് വിശ്വം സഖാവാണ്. അദ്ദേഹം 7:30 ആകുമ്പോൾ എത്താമെന്നും ആർട്ടിസ്റ്റുകളെ ആദരിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. മറ്റൊരാൾ ജയകുമാർ സാറാണ്. ജയകുമാർ സാർ ഇന്ന് ബോംബെയിലേക്കുള്ള ഒരു യാത്ര അത്യാവശ്യമായി വന്നതുകൊണ്ട് പോയതാണ്. അവസാനത്തെ ദിവസം ജയകുമാർ സാറിൻ്റെ സർഗസാന്നിധ്യം ഉണ്ടാകും. നമ്മുടെ വേദിയിൽ സർഗാത്മകതയുടെ അടയാളം തീർത്ത നമ്മുടെ ഈ കേരളത്തിൽ ഈ കുച്ചുപ്പുടി ഗ്രാമത്തിൽ നിന്ന് വന്ന് കേരളത്തിൻ്റെ നൃത്തകലയെ കാലോചിതമായി പരിഷ്കരിച്ച സവിശേഷമായ ഒരു വ്യക്തിത്വമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ
നമ്മുടെ ചലച്ചിത്ര ലോകത്ത് നിന്ന് വിട പറഞ്ഞ പ്രിയപ്പെട്ട മോഹൻ സാർ. പക്ഷേയും വിട പറയും മുമ്പേയും ഒക്കെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? മോഹൻ സാറിൻ്റെ ഭാര്യ സഹധർമ്മിണി എന്നുള്ള രീതിയിലല്ല അനുപമ മോഹൻ ടീച്ചർ അടയാളപ്പെട്ടത്. അനുപമ മോഹൻ ടീച്ചർ കുച്ചിപ്പുടി കലയെ കാലോചിതമായി പരിഷ്കരിച്ച പണ്ഡിതയും അതിനുവേണ്ടി ഉപാസിക്കുന്ന വ്യക്തിയുമാണ്. ടീച്ചർ ഇന്ന് ഇവിടെ ട്രിബ്യൂട്ടറി സ്പീച്ച് നടത്തുന്നത് പത്മവിഭൂഷൺ യാമിനി കൃഷ്ണമൂർത്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഈ രംഗത്ത്, ഈ കുച്ചിപ്പുടി നൃത്തരംഗത്ത് പല രീതിയിലുള്ള മാറ്റങ്ങളും പുതിയ ഭാവുകത്വവും സൃഷ്ടിച്ച അതിപ്രശസ്തയായ നർത്തകിയാണ്. അവരില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവർ തെളിച്ച വെളിച്ചത്തെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഈ ഫെസ്റ്റിവലിൻ്റെ ദൗത്യമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഓരോരോ പ്രമുഖ വ്യക്തിത്വങ്ങളെ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. ഇന്ന് അത് ഏറ്റവും അർത്ഥയുക്തമായി ഇവിടെ നിറവേറ്റുന്നത് നാട്യവിശാരദ അനുപമ മോഹൻ ടീച്ചറാണ്. അനുപമ മോഹൻ ടീച്ചറെ വേദിയിലേക്ക് സഹർഷം സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ മറ്റൊരു വിശിഷ്ട സാന്നിധ്യം സിനി കെ തോമസ് ആണ്. ഡെപ്യൂട്ടി ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയത്തെ വളരെ സജീവമായി ചലിപ്പിക്കുന്നതിൽ തൻ്റേതായ മിടുക്ക് പ്രകടിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ സിനി കെ തോമസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ പരിചയപ്പെടുന്നത്. അവിടെ ജനസംസ്കൃതി എന്ന് പറഞ്ഞ് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയ്ക്കൊപ്പം നിന്നുകൊണ്ട് കൾച്ചറൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ തൻ്റേതായിട്ടുള്ള സാന്നിധ്യം സാംസ്കാരിക രംഗത്ത് അറിയിക്കുന്ന പ്രിയപ്പെട്ട സിനി കെ തോമസ് മാമിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള മറ്റൊരു പ്രധാന വ്യക്തിത്വം ഭൂപൻ കുമാർ സാറാണ്. ചാവു നൃത്തകലയെ, ബംഗാളിൻ്റെ ഹൃദയത്തുടിപ്പുള്ള ചാവു നൃത്തകലയെ, ഗ്രാമത്തിൻ്റെ ഉൾത്തുടിപ്പുള്ള ചാവു എന്ന് പറയുന്ന നൃത്തകലയെ കുട്ടിക്കാലം മുതൽ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് അവർ അനുഷ്ഠിച്ചു വരുന്നതാണ്. തലമുറകളായി കൈമാറി വന്ന ഈ കലയുടെ ഊർജ്ജത്തെ അതേ ഊർജ്ജത്തോടെ അതിൽ കൂടുതൽ മിഴിവോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിന് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനാവുകയും ഇപ്പോഴും തൻ്റെ കുടുംബത്തിലെ കൊച്ചുകുട്ടിയെപ്പോലും അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഭൂപൻ കുമാർ സാറിൻ്റെ സർഗസാന്നിധ്യം വേദിയിലുണ്ട്. ഏറെ ആദരവോടെ ഭൂപൻ കുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള മറ്റൊരു സവിശേഷ സാന്നിധ്യം അഡ്വക്കേറ്റ് റോബിൻ സേവ്യറാണ്. ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഇപ്പോൾ നമ്മുടെ മുന്നിൽ അനിൽ അയിരൂർ മാഷുണ്ട്. ഇങ്ങനെയുള്ള ഭാരത് ഭവൻ്റെ വ്യത്യസ്ത മേഖലയിൽ നിൽക്കുന്നവരുടെ കൂട്ടായ പ്രവർത്തനം, വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി, എല്ലാ കാര്യങ്ങളും നന്മയോടുകൂടി നിറവേറ്റുക എന്ന ചിന്തയുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം സർഗശേഷിയുള്ളവരുടെ കൂട്ടായ്മയാണ് ഈ കൊച്ചു സ്ഥാപനത്തിന് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത്. അങ്ങനെ അത്തരം കാര്യങ്ങൾ നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റോബിൻ സേവ്യറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗമ്യ ജൊന്നലഗഡ്ഡ, നമ്മുടെ ഭാരത് ഭവൻ നിങ്ങൾക്കറിയാം, മറ്റ് ഭാഷാ അസോസിയേഷനുമൊക്കെയായി ചേർന്നുകൊണ്ട് 21ഓളം പേരുള്ള ഒരു കമ്മിറ്റിയാണ്. വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സാഹിത്യരംഗത്തും സർഗാത്മക രംഗത്തും കഴിവുള്ളവർ ഈ കമ്മിറ്റിയിൽ ഉണ്ട്. അതിൽ ഒരാളാണ് സൗമ്യ ജൊന്നലഗഡ്ഡ. ഇവിടെ നന്ദി പ്രകാശനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ സൗമ്യ ജൊന്നലഗഡ്ഡയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഉഷ ടീച്ചറെ ഇവിടെ പറയാൻ വിട്ടുപോയതല്ല, മാർഗി ഉഷ ടീച്ചർ ഭാരത് ഭവൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഏത് പ്രോഗ്രാം ആയാലും ഒരു ഭാവവ്യത്യാസവുമില്ല. അത് ഇത്രയും ഉന്നത ശീർഷയായ ഒരു വ്യക്തിത്വം ലാളിത്യം കൊണ്ട് എങ്ങനെയാണ് തൻ്റെ വലിയ വ്യക്തിത്വം അടയാളപ്പെടുത്തുന്നത് എന്ന് നമ്മൾ അമ്പരപ്പോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. ഭാരത് ഭവൻ്റെ നദികളെക്കുറിച്ചിട്ടുള്ള പ്രോഗ്രാം ആയാലും ഭാരത് ഭവൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴും കേരളത്തിൻ്റെ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിൻ്റെ മിഴിവ് എല്ലായിടത്തും എത്തിക്കുന്ന വ്യക്തിത്വം. ഇന്ന് നമ്മൾ ഏറെ സ്നേഹത്തോടെ ആദരവോടെ മാർഗി ഉഷ ടീച്ചറെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. ആ അഭിമാനത്തോടു കൂടി മാർഗി ഉഷ ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പം ഇവിടെ ഷർമിള ബിശ്വാസ് മാമിന് അവിചാരിതമായി സംഭവിച്ച ഒരു അപകടത്തെ തുടർന്ന് നമ്മൾ ആ ഒരു സമയം എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ
തീർച്ചയായും കൂടിയാട്ട കലയെ അത്രമേൽ ഇഷ്ടപ്പെട്ട കപിലാജിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കൂടിയാട്ടമാണ് അവിടെ പ്ലേസ് ചെയ്യേണ്ടത് എന്നാലോചിച്ചപ്പോൾ ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം. ഞാൻ ബാലിവധം കൂടിയാട്ടം ഇന്ന് ഈ ചാവൂ നൃത്തത്തിന് ശേഷം അവതരിപ്പിക്കാം എന്ന് പറഞ്ഞത് ടീച്ചറാണ്. ടീച്ചറുടെ അവതരണം കൂടി ഇന്ന് കൂടിയാട്ടം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഏറെ ആദരവോടെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട പി പ്രസാദ് മിനിസ്റ്ററെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭാരത് ഭവൻ്റെ ആദരണീയനായ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, സാംസ്കാരിക വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി സിനി കെ തോമസ്, ആദരണീയരായ ശ്രീമതി അനുപമ മോഹൻ, ശ്രീ ഭൂപൻ കുമാർ, ശ്രീമതി മാർഗി ഉഷ, അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ, ശ്രീമതി സൗമ്യ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഞാൻ ഈ വേദിയും സദസ്സും ഒക്കെ നോക്കി എനിക്ക് എന്നോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന ഒരാളും ഇല്ല. എന്നുവെച്ചാൽ എല്ലാവരും സാംസ്കാരിക രംഗത്ത് ഏറ്റവും പ്രമുഖരായ ആൾക്കാരാണ്. ഞാനതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂട്ടായിട്ട് വേറെ ആയിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ സ്റ്റേജിലേക്ക് തന്നെ നോക്കുമ്പോൾ തന്നെ എനിക്ക് അതിനൊരു ഭയമുണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിഥിയായി ഇവിടെ പങ്കെടുക്കുകയും എത്രയോ ഉന്നതരായ ആൾക്കാരാണ് ഈ വേദിയിൽ ഇരിക്കുകയും ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ ചിലപ്പോൾ ഒരു മന്ത്രി എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാനിങ്ങനെ വന്ന് നിൽക്കാനുള്ള എൻ്റെ ഒരു യോഗ്യതയായിട്ട് ഭാരത് ഭവൻ അല്ലെങ്കിൽ പ്രമോദമൊക്കെ കണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊരു ഒരു സംസാരത്തിന് ഞാൻ അങ്ങനെ മുതിരുന്നില്ല. എനിക്കത്രമേൽ ഒരു പ്രാവീണ്യമുള്ള ഒരു മേഖലയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ എന്നാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വലിയ ആളിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ പത്മവിഭൂഷൺ അവാർഡോ അവർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഒരു രാജ്യം നൽകി ആദരിച്ച് അല്ലെങ്കിൽ രാജ്യസഭാംഗമായിരുന്നു എന്നൊക്കെയുള്ള ബഹുമതികൾക്കെല്ലാം അപ്പുറത്തേക്ക് ഇന്ത്യയുടെ കലയുടെയും സംസ്കാരത്തിൻ്റെയും രംഗത്ത് സാംസ്കാരികം എന്ന് നമ്മൾ പറയുന്ന കലയെയും സാംസ്കാരിക രംഗത്തെയും ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പുതിയ വഴി വെട്ടിത്തുറന്നു എന്നുള്ളതായിരുന്നു കപില വത്സ്യായനൻ എന്ന് പറയുന്ന ആളിൽ ഇന്ത്യ ദർശിച്ചത്, ലോകം ദർശിച്ചത്. അത്തരമൊരു മഹതിയുടെ പേരിൽ അവരെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ്. കപില വത്സ്യായനൻ എന്താണ് മലയാളവുമായിട്ടുള്ള ബന്ധം എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. നമ്മുടെ നാട്ടുകാരിയല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം. പക്ഷേ എന്നാൽ ആദരിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വത്തെ കൃത്യതയോടുകൂടി എന്നവണ്ണം ആദരിക്കുന്നതിന് അങ്ങനൊരു തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ ഭാരത് ഭവനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിൽ പലതും ഇതെല്ലാം നൃത്തത്തിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇവിടെല്ലാം ഇരിക്കുന്നവരെല്ലാം ഓരോ മേഖലയായിട്ട് ഇതിൽ ബന്ധമുള്ളവരും ഉന്നതമായ രംഗങ്ങളിൽ നിൽക്കുന്നവരും എല്ലാമാണ്. വിവിധങ്ങളായ നൃത്ത ഇനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പലതും ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട് വന്നതും ചിലതെല്ലാം ഒരു ദേവദാസി പാരമ്പര്യത്തിൻ്റെ രീതിയിൽ വന്നതും ഒരുപാട്. നമ്മളിന്ന് മത്സരങ്ങൾക്ക് പോലും സ്കൂൾ യുവജനോത്സവങ്ങളുടെ അടക്കമുള്ള മത്സരങ്ങൾക്ക് പോലും വരുന്ന മത്സര ഇനങ്ങളിൽ പെടുന്നത് പലതും പണ്ട് ക്ഷേത്രത്തിനുള്ളിൽ മാത്രം. ഇതിന് ചെണ്ട പോലും ക്ഷേത്രവാദത്തിൽ മാത്രമായിരുന്നു. 1930കളിലോടുകൂടിയായിട്ടാണ് സിനിമാ തിയേറ്ററിലെ അന്നത്തെ സിനിമാ കൊട്ടകയുടെ നോട്ടീസ് വിതരണത്തിന് വേണ്ടിയിട്ട് ചെണ്ട കൊട്ടൽ എന്നതിനെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് കൊണ്ടിരുന്നതല്ല. ഇതെല്ലാം വേറെ ആരും കാണാനേ പാടില്ല എന്ന് കരുതുകയും വേറെ ആരും ആസ്വദിക്കാൻ പാടില്ല എന്ന് നിശ്ചയിക്കുകയും എല്ലാം ചെയ്തിരുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമൂഹത്തിലൊരു വരേണ്യ വിഭാഗത്തിന് മാത്രമായി, ഉന്നത കുലജാതർക്ക് മാത്രമായി ആസ്വദിക്കേണ്ടുന്ന ഒന്നായിട്ടും മാത്രം ഇതിനെ വെക്കുകയും അങ്ങനെ മാറ്റിത്തീർക്കുകയും ചെയ്ത ഒരിടത്തു നിന്നാണ് ഇന്ന് നമുക്ക് ഏതൊരാൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്കും അതിനെല്ലാം കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നതിനകത്ത് ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ടായിരുന്നു, ഒരുപാട് പേരുടെ ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഇത്തരം ഒരു നൃത്തത്തിൻ്റെ ഓരോ രംഗവും, അപ്പം അതിനകത്തേക്ക് ഈ നാടോടി നൃത്തങ്ങളെന്നൊക്കെ പറയുന്ന നാടോടി നൃത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായി അവന് ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി വന്ന രീതിയിലാണ് നമ്മളെല്ലാം നാടൻ ഇടങ്ങളിൽ നിന്നും നാടോടി
എന്നും ഒക്കെയുള്ള പേരുകളോടുകൂടി ഓരോ ഇടങ്ങളിലും അറിയപ്പെടുന്നതാണ് എൻ്റെ പക്ഷം. അതിനകത്തൊരു അധ്വാനത്തിൻ്റെ തലമുണ്ട്, ഒരു അധ്വാനത്തിൻ്റെ ഘടകമുണ്ട്. അത് ചിലപ്പോൾ വേണമെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരായിരിക്കാം ഏറ്റവും കൂടുതലായി ഈ രംഗത്തേക്ക് നിന്നിരുന്നതെന്ന് കരുതപ്പെടുന്നുണ്ട്. ചിലരെല്ലാം അത്തരം രീതികളിലൊക്കെ പഠനങ്ങൾ പോലും വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ വരുമ്പോഴെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെയൊക്കെ രീതികൾ നോക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം നാടോടി ഗാനങ്ങൾ അല്ലെങ്കിൽ നാടൻ ഗാനങ്ങൾ അല്ലെങ്കിൽ പറയുന്ന തരത്തിലേക്കും അല്ലെങ്കിൽ നാടോടി നൃത്തങ്ങളുടെയൊക്കെ രീതികളിലേക്കൊക്കെ വന്നതിൽ അതെല്ലാം രൂപപ്പെട്ടു വന്നതിനകത്ത് സാധാരണ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഇടങ്ങളുമായിട്ട് അതിനൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും അവൻ്റെ അധ്വാനത്തിൻ്റെ അവനിലുണ്ടാക്കുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ പരിഹരിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ ഒരു കലാരൂപത്തിന് കഴിയും എന്നുള്ളത് ആ കാലത്ത് തന്നെ മനുഷ്യൻ കണ്ടെത്തുകയാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. കലയ്ക്കും സാഹിത്യത്തിനുമെല്ലാം ഇത്തരം ഒരു രീതികളിലൂടെ ഇടപെടാൻ കഴിയുമെന്നുള്ളതും അവരെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്നുള്ളതും നമ്മുടെ നാടിൻ്റെ അനുഭവമാണ്. അപ്പോൾ കലയ്ക്കും സാഹിത്യത്തിനും അങ്ങനെ വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് ഒന്നിപ്പിക്കലിൻ്റെതായ ഒരിടമാണെന്ന് കണ്ടെത്തുകയും അതെല്ലാവർക്കും ആസ്വാദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ എത്തിക്കുകയും ചെയ്തു. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് അവതരിപ്പിക്കുക എന്നുള്ളത് പലയിടത്തും വന്നു. അതെല്ലാവർക്കും മനസ്സിലാക്കുക എന്നതിലേക്ക് വരികയും ചെയ്തു. നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിന് വലിയ പുതിയൊരു ചുവടുവയ്പ്പുകൾ പലയിടങ്ങളിലും ഉണ്ടായി. ഇപ്പോൾ ദാന്തെ അലിഗേരി ഡിവൈൻ കോമഡി എന്ന മഹാകാവ്യം എഴുതുമ്പോൾ അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഇറ്റാലിയൻ ഭാഷയിൽ എഴുതണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അത് കാരണം എല്ലാവർക്കും അത് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ട് എല്ലാവരിലേക്കും എത്തുക, അത് സാഹിത്യകൃതിയായാലും കലാരൂപങ്ങളായാലും എല്ലാം എല്ലാ മനുഷ്യരിലേക്കും എത്തുക, സാധാരണക്കാരിലേക്കും എത്തുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് കഥകളി അഭ്യസിക്കാൻ പോലും പറ്റുകയില്ല എന്ന് പറഞ്ഞിടത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് മനുഷ്യനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കഥകളി ക്ലബ്ബ് ഉണ്ടാക്കുകയും കഥകളി അവതരിപ്പിക്കുകയും ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല. ഇന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും അതൊക്കെ ചെയ്യാനും ആർക്ക് വേണമെങ്കിലും പഠിക്കാനും കഴിയുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നെല്ലാം പറയുമ്പോഴും എല്ലാം ഉണ്ട്. ഇപ്പം കപില വാത്സ്യായനൻ തന്നെ സ്ത്രീക്ക്, കേരളീയ സ്ത്രീകൾ എങ്ങനെയാണ് ഒരു സ്ത്രീപക്ഷ ഇടങ്ങൾ എങ്ങനെ ഉണ്ടാക്കി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പുരുഷൻ അത് അഭിനയിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്തൊരു വൃത്തികേടായി കാണുന്നു എന്ന് പറയുന്ന രീതിയിലല്ല, സ്ത്രീ ഉയർന്നു വന്ന, സ്ത്രീ എടുത്തു വെച്ച അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃതമായി വന്ന ചില രീതികളുണ്ടായിരുന്നു. ആ രീതികളെക്കുറിച്ച് ഒരു ഗൗരവതരമായ പഠനത്തിലേക്കും ഇടപെടലിലേക്കും കപില വാത്സ്യായനൻ പോയി എന്നുള്ളതാണ് എനിക്ക് അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു മറ്റൊരു മതിപ്പ് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത്തരം ചില കലാരൂപങ്ങളുടെ കാര്യത്തിനകത്തേക്കും അത് നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങളുണ്ടാക്കിയ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില പദപ്രയോഗങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളുടെയും തലത്തിലായിരുന്നില്ല കപില വാത്സ്യായൻ അതിനെ കണ്ടത് എന്നുള്ള പ്രത്യേകതയാണ് ഞാൻ കാണുന്നൊരു കാര്യം. അപ്പോൾ ഇതിന് ഇത്തരം ഒരു തലങ്ങളെല്ലാം ഉണ്ട് എന്ന് ലോകത്തിൻ്റെ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ കലയും സാഹിത്യവുമെല്ലാം ജനതയെ ഒന്നിപ്പിക്കുന്നതിനും അവരുടെ ഉള്ളിൽ ചേർന്ന് നിൽക്കുന്നതിനും മനുഷ്യൻ്റെ ഉള്ളിൽ അവിടങ്ങളിലേക്ക് കൊളുത്തി വെക്കാൻ കഴിയുന്ന ഒരു വലിയ വിളക്കായിട്ട് നമ്മുടെ നാട്ടിൽ കലയും സാഹിത്യവുമെല്ലാം വന്ന് നിൽക്കുകയുണ്ടായി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നൃത്തം സംസാരിക്കുന്ന ഇടമാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ നൃത്തം സംസാരിക്കുകയും നൃത്തം പൂക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരിടത്തെയാണ് ഭാരത് ഭവൻ ഈ ദിവസങ്ങളിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടികളുള്ളത്. അവിടെ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർ കൂടുതലായി കയറി വാക്കുകൾ അങ്ങനെ അനാവശ്യമായി ഉപയോഗിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് വളരെയധികം സന്തോഷമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനകത്ത് ഉള്ളത്. ആൾക്കാരെ എല്ലാം ആ മഹാൻ എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു പുല്ലിംഗമാണ് എന്ന് കണക്കാക്കേണ്ടതില്ല. അതിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വളരെ പ്രശസ്ത യാമിനി കൃഷ്ണമൂർത്തിയെ പോലുള്ള രാജ്യം വളരെ ഏറ്റവും വലിയ ബഹുമതികൾ കൊടുത്ത് ആദരിച്ചിട്ടുള്ളത് അവരുടെ ഈ നൃത്തത്തിൻ്റെ രംഗത്തുള്ള അവരുടെ പ്രത്യേകതയാർന്ന ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് ഇവിടെ ശ്രീമതി അനുപമ മോഹൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ആൾക്കാർ ഇവർ ആരായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നും എന്തായിരുന്നു ഈ മേഖലയിലെ കാര്യമെന്നുള്ളതും എങ്ങനെ ഇതെല്ലാം ഇതിലേക്കെല്ലാം എങ്ങനെ എത്തി എന്നുള്ളത് നമ്മളെല്ലാം കാണേണ്ട ഒരു കാര്യമാണ്. എന്താണ് അതിൻ്റെ ചരിത്രത്തിൻ്റെ വഴികളിൽ നമ്മൾ കാണുന്ന എന്തെല്ലാമാണ്, ഇന്നകളിൽ എങ്ങനെയായിരുന്നു, ആ കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം തന്നെ നമുക്ക് പറയുകയും അറിയുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഓരോ കലകളും ഓരോ കലാരൂപങ്ങളും മത്സരത്തിൻ്റെ ഇനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ജനതയെ എങ്ങനെയെല്ലാം ഒന്നിപ്പിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെയെല്ലാമാണ് ഇന്ന് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ മാത്രമാണ് എന്നെല്ലാം കണക്കാക്കുകയും
ഓരോന്നും വീണ്ടും ഓരോ ചെറിയ ചെറിയ ഇടങ്ങളിലേക്ക് ഒതുക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാരത് ഭവൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തലമായിട്ട് ഇടമായിട്ട് ഇത്തരം ഇടങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് കലയും സാഹിത്യവും ജനതയെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ കലയെയും സംസ്കാരത്തെയുമാണ് കപിലാവാത്സ്യായനൻ അവരുടെ ജീവിതത്തിലുടനീളം അവർ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോയത്. ആ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഏർപ്പെടുകയായിരുന്നു, അവർ ഒന്നിപ്പിടിയായിരുന്നു. അതിനകത്ത് തന്നെ ഈ നാടോടി നൃത്തം അടക്കമുള്ള ഇടങ്ങൾക്ക് ഏറ്റവും പ്രമുഖമായ പ്രാധാന്യമുണ്ട് എന്ന് കണ്ടു. അവർ ഇവിടെ നേരത്തെ ഞാൻ എൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അവിടെ കൃത്യമായിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നു. നാം കാണുന്ന നമ്മൾ പറയുന്ന നമ്മുടെ ആദിവാസി മേഖലകൾ അടക്കമുള്ള ഇടങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഒരു കലാരൂപങ്ങളുണ്ടായിരുന്നു, അവിടുത്തെ അവരുടെ രീതികളുണ്ടായിരുന്നു. അതെല്ലാം ആ ജനത അവരുടെ സന്തോഷകരമായ ഇടങ്ങളെയും അവരുടെ പ്രയാസമേറിയ സമയങ്ങളെയും എല്ലാം അതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർ അവതരിപ്പിച്ച കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം ഒന്ന് കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇതാണ് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്ന് കപിലാവാത്സ്യായനൻ ഗൗരവതരമായി കണ്ടു എന്നാണ്. അതുകൊണ്ട് അവരങ്ങനെ എത്തുമ്പോഴാണ് ഇപ്പം നാട്യശാസ്ത്രത്തെക്കുറിച്ച് തന്നെ അവരുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ഞാനത് അവർ അന്തരിച്ച അവസരത്തിലാണെന്ന് തോന്നുന്നു. അതൊരു 4 കൊല്ലമായി തോന്നില്ലേ മരിച്ചിട്ട്. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വന്നൊരു ഭാഗം എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മയിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പോകുന്നതാണ് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം എന്ന് സ്ഥാപിച്ചെടുക്കാൻ അവർ കഴിഞ്ഞു എന്നുള്ളൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറയിൽ കിടക്കുന്നത്. അവർ കലയും സാഹിത്യവും സംസ്കാരവും എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ വളരെ വലിയൊരു നാഭീനാള ബന്ധം ഒരു ഇന്ത്യൻ സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാരമ്പര്യവുമായിട്ടും പൈതൃകവുമായിട്ടും ഉണ്ട് എന്നുള്ളതിനെ അരക്കിട്ടുറപ്പിക്കാൻ കപിലാവാത്സ്യായന് കഴിഞ്ഞെന്നുള്ളൊരു ചെറിയ കാര്യമായി കണക്കാക്കുന്നില്ല. വർത്തമാനകാലം ഇതിനെല്ലാം ഓരോ മതങ്ങളുടെയും രീതികളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും വിഭജനത്തിൻ്റെ ഇടങ്ങളാക്കി ഇതിനെല്ലാം കണക്കാക്കുകയും ചെയ്യുന്നിടത്ത് സംഗീതവും അല്ലെങ്കിൽ നൃത്തവും അതെല്ലാം ഒരു സാംസ്കാരിക ഉന്നമനത്തിനായിട്ടുള്ളതായി കണ്ടതും ആ സാംസ്കാരിക ഉന്നമനം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനകത്തുള്ളതല്ല എന്നും അതിനപ്പുറത്തേക്കുള്ളൊരു മാനവികതയാണ് ഉയർന്നു പൊന്തുന്നത് എന്നുമായിരുന്നു ഇവരെല്ലാം കണക്കാക്കിയത്. തീർച്ചയായിട്ടും അത്തരം ആളുകൾ ആദരിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബലം എന്ന് തന്നെ പറയുന്നത്. അതിന് ഇത്തരം ഇടങ്ങളെല്ലാം ഉപകരിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മനോഹരമായി ദൈവദശകം ആലാപനം ചെയ്ത് ദൈവമേ എന്ന് പറഞ്ഞ് സുഖം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അവിടെയും ഉയർന്നു പൊന്തിയുന്നത് ഏതെങ്കിലും ഒരു ഇടത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതായിരുന്നില്ല. അതിനപ്പുറത്തേക്കെല്ലാം ഉള്ള ഒരു മാനവികതയെ ഉയർത്തിപ്പിടിക്കലായിരുന്നു. ഇതെല്ലാം നൃത്തവും സംഗീതവും എല്ലാം നമ്മൾ പറയുന്ന സംസ്കാരം എന്നതുമെല്ലാം മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതിനാണ്. മനുഷ്യസ്നേഹത്തെയും മാനവികതയെയും എല്ലാം തല്ലിക്കൊഴിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നിടത്ത് നമുക്ക് ചില ഇടങ്ങളെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന് ഈ കാലഘട്ടം ഓർമ്മപ്പെടുത്തുമ്പോൾ അതിന് ഏറ്റവും ഉപകരിക്കുന്നത് നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളാണ്. 100 തരത്തിൽ ഞങ്ങളൊക്കെ സംസാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കായിരിക്കും നിങ്ങൾക്ക് മനുഷ്യൻ്റെ മനസ്സുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ബുദ്ധിയിൽ ശക്തിയിലൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് സംഗീതം സംസാരിക്കട്ടെ. ആ സംഗീതം സംസാരിക്കുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളോടും മനസ്സുകളോടും ഒക്കെ ആയിരിക്കും. അതവർക്ക് ഉന്മേഷവും ഉണർവും നൽകും. അങ്ങനെ ഉണർവാണ് കലയും എല്ലായിടത്തും കണ്ടത്. അതുകൊണ്ടാണ് അവസാനം ആ കൊടി ഇങ്ങിതാ മക്കളെ ഞാൻ പിടിക്കട്ടെ എന്നൊരു പരമപിള്ളയ്ക്ക് സ്റ്റേജിൽ വന്ന് നിന്ന് പറയുമ്പോൾ കാണികൾ വെറുതെ നിന്ന് കൈയടിച്ചതായിരുന്നില്ല, അവരതിനകത്തേക്ക് ഉൾക്കൊണ്ട് നിന്നതായിരുന്നു. 1 ഇഞ്ച് ഭൂമി പോലും ഞാൻ കൊടുക്കുകയില്ലെന്ന് പറയുമ്പോൾ ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ കിഴക്കേപ്പാട്ട വസ്തു മുഴുവൻ ഞാൻ കൊടുക്കും എന്ന് കഥകളി കാണുന്ന ഒരാൾക്ക് ആ സദസ്സിലിരുന്ന് പറയാൻ കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദനത്തിന് തല എത്രമേൽ വലുതായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. തീർച്ചയായിട്ടും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്കെല്ലാം നമുക്കിതിനെ എത്തിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ പാരമ്പര്യമെന്നും ഇതാണ് നമ്മുടെ പൈതൃകമെന്നും നമുക്ക് ഉറക്കെ എന്ന് വിളിച്ചു പറയേണ്ടതുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി സർ. ബഹുമാനപ്പെട്ട PWD ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സർ ഈ നൃത്തോത്സവത്തിന് ആശംസകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആ സന്ദേശം കാണാം. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ച് ഭാരത് ഭവൻ 2ാം ഘട്ട ദേശീയ ക്ലാസിക്കൽ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നു എന്നറിയാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പരിപാടിയാണ്
ഭാരത് ഭവൻ്റെ ക്ലാസിക്കൽ നൃത്തോത്സവം. നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യ കലകളെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരു ഉദ്യമമായി തന്നെ ഈ പ്രവർത്തനത്തെ കാണേണ്ടതാണ്. വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ പരിപാടി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുതിർന്ന കലാപ്രതിഭകളും യുവകലാപ്രതിഭകളും ഈ നൃത്തോത്സവത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്. അവർക്ക് കേരളത്തെ അറിയുവാനും നമ്മുടെ തനത് സംസ്കാരവും ജീവിത രീതികളും പരിചയപ്പെടുവാനുമുള്ള അവസരം കൂടിയാണിത്. മാത്രവുമല്ല, വൈവിധ്യങ്ങളാൽ സമ്പന്നമായ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക വിനിമയ പരിപാടികൾക്ക് കേരളം മാതൃകാപരമായി നേതൃത്വം നൽകുന്നു എന്ന പ്രത്യേകതയും ഭാരത് ഭവൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. ഭാരതീയ കല, നൃത്തം, വാസ്തുവിദ്യ തുടങ്ങിയ മേഖലകളിലെ അഗാധ പാണ്ഡിത്യത്തിന് ഉടമയായ പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ്റെ പേരിലാണ് ദേശീയ ക്ലാസിക്കൽ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി അതുല്യ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി നാം ആദരിക്കാൻ പോകുന്നത് പ്രശസ്ത കൂടിയാട്ടം കലാകാരിയായ ശ്രീമതി മാർഗി ഉഷ ടീച്ചറെയാണ്. ഈ ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറിനെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി മാർഗി ഉഷ ടീച്ചറെയും ക്ഷണിക്കുന്നു. കലോത്സവ വേദികളിൽ കൂടിയാട്ടത്തിൽ വിദ്യാർത്ഥിനിയായി എത്തുന്ന ആദ്യ വനിത ഉഷാരത്നം നങ്ങ്യാർ. നാം അറിയുന്ന മാർഗി ഉഷ കലാമണ്ഡലത്തിന് തൊട്ടടുത്ത വീട്ടിലാണ് ജനിച്ചത്. കൊട്ടും വാദ്യവും എല്ലാം കേൾക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ കൂടിയാട്ടത്തിന് ചേർന്നു. പത്മശ്രീ ഗുരു മാണി മാധവ ചാക്യാർക്കൊപ്പം മോഹിനിയാട്ടവും നങ്ങ്യാർ കൂത്തും പഠിച്ചു. മാർഗി സദ്യയുടെ ക്ഷണപ്രകാരം തിരുവനന്തപുരത്ത് മാർഗിയിൽ അധ്യാപികയായി. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ധാരികാവധം നങ്ങ്യാർകൂത്തും അയ്യപ്പ പണിക്കരുടെ ജന്മപരിണാമം മുൻനിർത്തി രചിച്ച രാധാമാധവ നങ്ങ്യാർകൂത്തും ഏറെ ആസ്വാദക ശ്രദ്ധ നേടി. കൂടിയാട്ടത്തിൽ യുനെസ്കോ ഹെറിറ്റേജ് പദവി ലഭിക്കുന്ന ചടങ്ങിൽ പാരീസിൽ പങ്കെടുക്കുവാൻ മാഡത്തിന് സാധിച്ചു. ഭർത്താവ് കഥകളി രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ശ്രീ KR ജോബി. ശ്രീചിത്ര ഹോമിലെ 15ഓളം പാവപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി കൂടിയാട്ടം പഠിപ്പിച്ചു വരുന്ന കേരള കലാമണ്ഡല പുരസ്കാരം എന്നിവ ലഭിച്ചിരിക്കുന്നു മാഡത്തിന്. കലാക്ഷേത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലാളിത്യത്തിനുടമയായ ഈ മഹതിയെ തേടി എത്തിയിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ ഈ മഹത് വ്യക്തിത്വത്തെ ആദരിക്കുന്നു. നന്ദി ടീച്ചർ. അടുത്തതായി നാം ആദരിക്കാൻ പോകുന്നത് ശ്രീമതി കുച്ചിപ്പുടി രംഗത്തെ ഏറെ പ്രശസ്തയായ കേരളത്തിൻ്റെ മരുമകൾ നാട്യവിശാരദ ശ്രീമതി അനുപമ മോഹൻ. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മാഡത്തിനെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. We request you, ma'am, to receive the honor. She is the Executive Director of Satyanjali Academy of Kuchipudi Dance, Kochi, and wife of veteran Malayalam filmmaker Sri Mohan. Senior disciple of Guru Padma Bhushan, Dr. Vempati Chinnasatyam, A-grade artist in Doordarshan. She has 50 plus years of teaching and performance experience across India and abroad. She serves as the executive member in Kerala Sangeeta Nadaka Academy for 5 years. 2000 performances made till date and it's still continuing. And she has choreographed more than 200 solo dance items and other noted ballets. She had received many honors including the Guruvayur Kshetra Kala Puraskar, Yuva Nartaki Puraskar of Kerala Sangeeta Nadaka Academy, Delhi, the Natya Visharada title from Kuchipudi Art Academy, Mrinalini Sarabhai Award, Vempati Chinnasatyam International Award and Guru Puraskar by Kerala Sangeeta Nadaka Academy. We are really honored to give you this award, ma'am. നന്ദി സർ. അടുത്തതായി
രണ്ട് വ്യക്തിത്വങ്ങളെ കൂടി ഈ വേദിയിൽ ആദരിക്കുകയാണ്. ഇന്ന് നാം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ചാവു. സർ പറഞ്ഞു കഴിഞ്ഞു, വളരെ പുരാതനമായ ഈ ഒരു കലയെ ഇന്നും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഭുവൻ കുമാർ സർ. അദ്ദേഹത്തെ ഇന്ന് ഏറെ ബഹുമാനത്തോടെ ഇന്ന് ഭാരത് ഭവൻ ആദരിക്കുകയാണ്. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ഒരു വ്യക്തിത്വത്തെ കൂടെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും സീനിയറായി ഈ കല ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന ശ്രീ ലക്ഷ്മൺ കുമാർ സർ. അദ്ദേഹത്തെ വേദിയിലേക്ക് വിനയപുരസ്സരം ക്ഷണിക്കുകയാണ്. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. നന്ദി സർ. മറുപടി പ്രസംഗത്തിനായി മാർ യൂഷു ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കയറി പറയുന്നു എന്ന് വിചാരിക്കേണ്ട. എനിക്ക് വേഷം കെട്ടാനായിട്ട് പെട്ടെന്ന് പോവാനായിട്ട് എന്തായാലും ആദ്യമേ തന്നെ പറയട്ടെ, വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രസാദ് സാറ്, അതുപോലെ മറ്റ് നമ്മുടെ പ്രമോദ് സാറ്, എല്ലാവരും, റോബിൻ സാറ്, മറ്റെല്ലാവരോടും ഞാൻ ആദ്യം നമസ്കാരം പറയുകയാണ്. അതിൽ സഹസ്രിക്കുന്ന എല്ലാവരോടും നമസ്കാരം പറയുന്നു. ഇന്ന് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ നമ്മുടെ പത്മവിഭൂഷൺ കപിലാവാത്സ്യായൻ അവരുടെ കൂടുതൽ വാക്കുകൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല, എങ്കിലും ആ പരിപാടിയിൽ, അതായത് അവരുടെ ഓർമ്മപ്പൂക്കളിൽ നമുക്കിങ്ങനെ എനിക്കിങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചു തന്ന നമ്മുടെ പ്രമോദ് സാറ്. നമ്മൾ കൂടിയാട്ടാണ് ഞാൻ ചെയ്യുന്നത്, നങ്ങ്യാർകൂത്താണ് ചെയ്യുന്നത്. പക്ഷേ കൂടിയാട്ടത്തെയും നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ അതുപോലെ ഏറ്റവും കേരളത്തിലുള്ള എല്ലാ കലകളും പഠിച്ച് ഗവേഷണം ചെയ്ത് ധാരാളം പുസ്തകങ്ങൾ കേരളത്തിന് വേണ്ടി എന്നല്ല ഈ ലോകത്തിന് വേണ്ടി കൊടുത്ത ആ മാമിന് ആ നന്ദിയും കൂടി ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ആ പ്രഗത്ഭ എന്നും മഹത്വം എന്നും മഹതി എന്നും ഒക്കെ എല്ലാം പറയാം. പക്ഷേ അവരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് ഒരു നങ്ങ്യാർകൂത്ത് കുറച്ച് നേരം അവതരിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ പാദങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ചെയ്യുകയാണ്. എല്ലാവരോടും നന്ദിയും, ഞാനതുപോലെ വേഷം കെട്ടാൻ പോകുകയെന്ന് പറയാൻ നന്ദിയും നമസ്കാരം പറഞ്ഞുകൊണ്ട് വിട പറയുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാം. ഇന്നീ ചടങ്ങിന് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് കൾച്ചറൽ ആക്ടിവിസ്റ്റും ഡൽഹി സാംസ്കാരിക മുഖങ്ങളിൽ ഏറെ സജീവമായിരുന്ന നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് കൾച്ചറിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീമതി സിനി കെ തോമസ് മാമാണ്. ഒരു ചെറിയ തിരുത്തുണ്ട്. Now I request Srimati Anupama Mohan ma'am to deliver her tributary speech on Padma Vibhushan Yamini Krishnamurthy ma'am. Please ma'am. ആദ്യമായിട്ട് ഞാൻ പ്രണാമം അർപ്പിക്കുന്നത് എൻ്റെ പ്രിയ ഭർത്താവിനാണ്.
അവരെന്നെ വിട്ട് പിരിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആവുന്നുള്ളൂ. പക്ഷേ അവരുടെ വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ് പ്രമോദ് പയ്യന്നൂർ. ഈ പ്രോഗ്രാം വളരെ നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്കെത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും എൻ്റെ മക്കളുടെ അനുവാദത്തോട്, എൻ്റെ ഭർത്താവിൻ്റെ ബ്ലെസ്സിങ്സോട് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഓരോ പേര് വീതം ഞാൻ നമസ്കരിക്കുന്നു. വേദിയിൽ ഇവിടെ മറ്റുള്ള ഡാൻസ് പ്രോഗ്രാംസ് കാണാൻ വന്നിരിക്കുന്ന അവരെല്ലാവർക്കും കൂടി എൻ്റെ നമസ്കാരം. കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ, ഞാൻ നമ്മുടെ കേരളത്തിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മുന്നിലാണ്. എല്ലാ കാര്യങ്ങളും ഒരു ഫെസ്റ്റിവൽസ് നടത്താനും കലയെ ആദരിക്കാനും ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്ന സെക്കൻഡ് എഡിഷനായ ഡോക്ടർ കപില വാത്സ്യായൻ്റെ ഈ ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ. അതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഭാരത് ഭവൻ്റെ എല്ലാ മെമ്പേഴ്സും, പ്രത്യേകിച്ച് മിസ്റ്റർ പ്രമോദിനും ഞാൻ വളരെ നന്ദി പറയുന്നു. അവരെ പറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെൻ്റ് കണ്ടു. അവർ നമ്മുടെ ആർട്ടിന് വേണ്ടിയിട്ട്, നമ്മുടെ കൾച്ചറിന് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നത് അവർ ഡൽഹിയിൽ ജനിച്ചിട്ട് ഡൽഹിയിൽ വളർന്ന കാരണമായിരിക്കാം അവർക്ക് ഒരുപാട് അന്നത്തെ കാലത്ത് തന്നെ ഒരു ഫ്രീഡം, ഇങ്ങനെ കലകളിൽ വളർത്താനും അതിനെ പ്രോത്സാഹനം കൊണ്ടുവരാനും ഒരു പ്രമോഷൻ കിട്ടിയത് എനിക്ക് തോന്നുന്നത് അവിടെയായ കാരണം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചെറുപ്പകാലം ആണെങ്കിൽ പോലും ഒരു നൃത്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കണോ എന്ന് പറയുന്ന ഒരു സന്ദർഭങ്ങൾ പലതും ഉണ്ടായിരുന്നു. അവർക്ക് അതുപോലെ വളരാനും അത് പ്രസിദ്ധത്തിലേക്ക് കൊണ്ടുവരാനും അവർ ഇത്രയും വലിയൊരു പേരും പ്രതിഷ്ഠ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് അവരൊക്കെ ഡൽഹിയിലായ കാരണം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്കും വളരാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ മനസ്സിന് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. ബിക്കോസ് ഞാൻ മലയാളി അല്ല. കല്യാണം കഴിഞ്ഞ ശേഷം മലയാളം സംസാരിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. മലയാളം തന്നെ പറയണം ഒരു വേദിയിൽ നിൽക്കുകയാണെങ്കിൽ എന്ന് എൻ്റെ ഭർത്താവിൻ്റെ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു ആവശ്യമാണത്. അപ്പോൾ ഞാനത് നിറവേറിക്കുന്നു. പിന്നെ ഇന്ന് എനിക്ക് തന്ന ദൗത്യം യാമിനി കൃഷ്ണമൂർത്തി. അവർ ജന്മന തെലുഗുവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരും വളർന്നതൊക്കെ ഡൽഹിയിലാണെന്നാണ് തോന്നുന്നത്. അവർ ആദ്യം ഭരതനാട്യം ഡാൻസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കൂച്ചുപുടിയൊക്കെ പഠിച്ചു. ഞങ്ങളുടെ അക്കാഡമിയിൽ എൻ്റെ ഗുരുവിൻ്റെ അവിടെ കൂച്ചുപുടി ആർട്ട് അക്കാഡമി, എൻ്റെ ഗുരുവെന്ന് പറയുന്നത് ഡോക്ടർ പത്മഭൂഷൺ ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം. അവരുടെ കീഴിൽ വന്നിട്ട് ഞാൻ അന്ന് വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ നമ്മളവിടെ പാവടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു നല്ല സുന്ദരിയായിട്ടുള്ള
ഒരു സ്ത്രീ നല്ല ഹൈറ്റിൽ, നല്ല മുടി ഒക്കെ ഉണ്ട്, വലിയ കണ്ണ്, വലിയതായിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ കളിച്ച കൃഷ്ണൻ ശബ്ദം ഇപ്പോഴും എൻ്റെ മനസ്സിൽ, അവർ കളിക്കുന്നതിൻ്റെ ആ ഇരുത്തം, അവിടെ ഇരുന്നിട്ട് അഭിനയിക്കുന്നതിൻ്റെയും അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ കണ്ണു മുമ്പിൽ എനിക്ക് അത് കാണാൻ സാധിക്കുന്നു. അവരും ഇതുപോലെ തന്നെ എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ വേദാന്തം ലക്ഷ്മി നാരായണ ശാസ്ത്രി, അവരുടെ കീഴിലാണ് അവർ ആദ്യം കൂച്ചിപ്പുടി പഠിച്ചേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഗുരു അവിടെയും തന്നെയാണ് പഠിച്ചത്. ചിലപ്പോൾ അതിൻ്റെ ഒരു ബന്ധത്തിലാണോ എൻ്റെ ഗുരുവിൻ്റെ അവിടേക്ക് മദ്രാസിലുള്ള കൂച്ചിപ്പുടി ആർട്ട് അക്കാദമിയിലേക്ക് അവർ വന്നിട്ട് അവർ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതും അതിൽ നിന്ന് മാസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്ന പല ഇംപ്രൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഞാൻ എൻ്റെ മാസ്റ്ററിനെ പറ്റിയിട്ട് 2 വാക്കുകൾ ഞാൻ പറഞ്ഞോട്ടെ ഇതിൻ്റെ ഇടയ്ക്ക്. നമ്മുടെ ഒരു കൂച്ചിപ്പുടി എന്ന് പറയുന്ന ഒരു ഡാൻസിൻ്റെ ഒരു രൂപം ഇന്ന് ലോകത്തിൽ കംപ്ലീറ്റ് എല്ലാവർക്കും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കൂച്ചിപ്പുടി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പേര് ഓർമ്മ വരുന്നത് വെമ്പട്ടി ചിന്നസത്യം എന്ന് പറയുന്ന ആ ഗുരുവിൻ്റെ പേരാണ്. മറ്റു ഗുരുക്കന്മാർ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കൂച്ചിപ്പുടി ഗ്രാമത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ആ കുച്ചിപ്പുടീനെ അവർക്ക് ഒരു ജീവനാധാരം എന്നുള്ള നിലയ്ക്ക് മാത്രം അത് പോഷിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഗുരുവിൻ്റെ ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സന്ദർഭം ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്. എൻ്റെ 9ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കീഴിലേക്ക് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചത്. ഞാൻ അവിടെ ഗുരുവിൻ്റെ അവിടേക്ക് ഞാൻ പോകുന്നത്. അന്ന് മാസ്റ്റർ ഇതിനെ ഈ റോ ആയിട്ടുള്ള ഒരു കുച്ചിപ്പുടിയുടെ ഒരു ആർട്ട് ഫോമിനെ മാസ്റ്റർ അതിനെ കൊണ്ടുവന്നിട്ട് അത് നല്ല ഒരു ഭംഗിമുള്ള ഒരു രൂപമായിട്ട് അതിനെ എങ്ങനെ ഒരു നർത്തകി സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ നർത്തകിയുടെ ഒരു ഭംഗിമകൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ മുഖത്തിൻ്റെ അഭിനയം എങ്ങനെ വേണം എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ടാണ് മാസ്റ്റർ അത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ മാസ്റ്റർ അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇന്ന് ലോക പ്രസിദ്ധത്തിലേക്ക് എത്തിച്ചത് എൻ്റെ ഗുരുവാണെന്നുള്ളത് ഞാൻ വളരെ ഗർവത്തോടെ അഭിമാനത്തോടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ഈ ഗുരുവിൻ്റെ കീഴിൽ അവർ വന്ന് പ്രാക്ടീസ് ചെയ്തതാണെന്ന് തോന്നുന്നു യാമിനി കൃഷ്ണമൂർത്തി. അതുപോലെ തന്നെ വൈജയന്തിമാല, ഹേമമാലിനി, ഞാനും ഒക്കെ ഞങ്ങൾ ഒരു ബാച്ചായിരുന്നു. ഹേമമാലിനി ഹിന്ദിയിൽ അഭിനയിക്കുന്ന ഹേമമാലിനി ഞാനും, ഹിന്ദിയിൽ അഭിനയിക്കേണ്ട ഉള്ള രേഖ എന്നെക്കാട്ടി ഫസ്റ്റ് ബാച്ചായിരുന്നു രേഖ. അപ്പോൾ അങ്ങനെ ഒരുപാട് ശിഷ്യസമ്പത ഉള്ള ഒരു ഗുരുവാണ് വെമ്പട്ടി ചിന്നസത്യം മാസ്റ്റർ. ലോകത്തിൽ എവിടെ പോയാലും ഏത് മൂലയ്ക്ക് പോയാലും വെമ്പട്ടി മാസ്റ്ററുടെ ഒരു ശിഷ്യ ഇല്ലാണ്ട് ഇല്ല. അതാണ് വെമ്പട്ടി മാസ്റ്ററുടെ ഒരു ഗ്രേറ്റ്നെസ്. വെമ്പട്ടി മാസ്റ്റർ കൂച്ചിപ്പുടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു എന്താ പറയുക ഫെയിം, ഒരു ഗ്ലോബിൽ കൂച്ചിപ്പുടി എന്ന ഗ്രാമം ഇന്ന് ഗ്ലോബിലെ ഒരു മാർക്കാണ്. അവിടെ കാണാം. അത്രയും ലെവലിലേക്ക് എൻ്റെ ഗുരു അതിനെ വളർത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ യാമിനി കൃഷ്ണമൂർത്തി അവർ ചെയ്തിരിക്കുന്ന ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വേറെ ഉണ്ട്. അവർ കുറച്ച് കോസ്റ്റ്യൂംസിൽ നിന്നുള്ള ചേഞ്ചസ്, പിന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കലാരൂപത്തോട് കൂടി ചേർന്നിട്ട് അത് ഒരു എന്താ പറയുക ഒരു ജുഗൽബന്ദി ടൈപ്പിൽ അവർക്ക് ചെയ്യാനും ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഞാൻ അവരെ ദൂരത്തു നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായത്തിൻ്റെയും അവരുടെ സ്ഥാനത്തിൻ്റെയും ആ ബഹുമാനം കൊണ്ട് നമ്മളെപ്പോഴും മാസ്റ്ററുടെ പിന്നിൽ നിൽക്കുന്ന കുട്ടികളായിരുന്നു മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ ദൂരത്തു നിന്നാണ് അവരെ കാണാറ്. 1-2 പ്രാവശ്യം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജനറേഷൻ പോലെ അല്ല ഞാനൊക്കെ എൻ്റെ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് വളർന്നിരിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു അവരെ കാണുമ്പോൾ.
പിന്നെ അവരുടെ പ്രായമായി ഞാനും റീസെൻറ്റ് വരലും ഞാൻ അവരെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പല ലെക്ചർ ഡെമോൺസ്ട്രേഷൻസിൽ പല സന്ദർഭങ്ങളിൽ പല സ്റ്റേജുകളിലൊക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംസാരം എന്ന് പറയുന്നത് അങ്ങനെയില്ല. നമ്മൾ പേടിച്ചിട്ട് മാറി നിന്ന് നോക്കുന്ന ഇതാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കപില വത്സായ എനിക്ക് പിന്നെയാണ് ഓർമ്മ വന്നത്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒഡീസി പഠിക്കുന്നുണ്ട് ഡൽഹിയിൽ, സ്മിത ഹോത്ത എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ ഒഡീസയുടെ ഒരു അരങ്ങേറ്റം പോലെ ഡൽഹിയിൽ നടത്തിയിരുന്നു. ഒരു 8 കൊല്ലം ആയിട്ടുണ്ടാവും തോന്നുന്നു, 8-9 കൊല്ലമായി കാണും. എന്നെയും ഹസ്ബൻഡിനും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 2 ആൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവരും സുനിൽ ഖൊത്താരി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സുനിൽ ഖൊത്താരിനെ എനിക്ക് നേരത്തെ നല്ല പോലെ അറിയാം. ഞങ്ങളുടെ അക്കാഡമിയിൽ സ്ഥിരമായിട്ട് മാസ്റ്ററുടെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ അവരിവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി എന്ന് ഞാൻ പറയാം. പിന്നെ അവരെ പറ്റിയിട്ട് വേറെ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ചൗ ഡാൻസ്, അതും ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഞാനത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അക്കാഡമിയിൽ കാമദേവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യനാണ്, പക്ഷേ അവർ ലണ്ടനിൽ സെറ്റിലായിട്ടുള്ളവരാണ്, തമിലിയന്. അവർ ഈ ചൗ ഡാൻസ് പോയി പഠിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ അക്കാഡമിയിൽ ഫ്രീ ടൈമിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈ ചൗ ഡാൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഡാൻസ് ഫോംസിനൊക്കെ മുഖം കൊണ്ട് നമ്മൾ അഭിനയിച്ചിട്ട് നമ്മുടെ ഭാവങ്ങൾ അതിൽ നമുക്ക് പറയാനുള്ളത് ത്രൂ നമ്മുടെ എക്സ്പ്രഷൻ കൂടെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ മുദ്രകൾ കൊണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ചൗ എന്ന് പറയുമ്പോൾ ഇവിടെ മുഖത്തൊരു മാസ്കാണ്, അതിന് ഒരു എക്സ്പ്രഷനും ഇല്ല. അവർക്ക് ശരിക്കും കാണാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു മാസ്ക് മുഖത്ത് വെച്ചിട്ട് അവർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ബോഡിയിൽ നിന്നാണ്, അവരുടെ ആ ബോഡി എക്സ്പ്രഷൻസാണ് അവർ ഓഡിയൻസിലേക്ക് കൊടുക്കുക. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ കാമദേവ് എന്ന് പറയുന്ന, ഞങ്ങൾ കാമ അന്ന എന്നാണ് വിളിക്കുക, അവർ പെർഫോം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. പിന്നെ എനിക്ക് ഒഡീസി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ട് ഫോമാണ്. എല്ലാം ഇഷ്ടമാണ്, കഥക്ക് ഇഷ്ടമാണ്, ഒഡീസി ഇഷ്ടമാണ്, അങ്ങനെ എല്ലാ മോഹിനിയാട്ടമാണ്. അപ്പോൾ എല്ലാ ആർട്സും നമുക്കിഷ്ടമാണ്. പക്ഷേ ഒഡീസിക്ക് എന്താണെന്ന് വെച്ചാൽ കൂച്ചുപ്പൊടിയും ഒഡീസിയും ചേച്ചി അനിയത്തിയാണോ എന്നൊക്കെ തോന്നിപ്പോവും ചിലപ്പോൾ. പല മൂമെൻറ്റ്സും പല സന്ദർഭങ്ങളിൽ പല ഭംഗിമകൾ ചെയ്യുന്ന സമയത്ത് ഇവർ 2 ആളും വളരെ അടുത്താണ് എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഒറീസയും ആന്ധ്രാപ്രദേശും വളരെ അടുത്തടുത്തായ കാരണം ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ആർട്ട് ഫോമിനെ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇന്ന് മാർഗി ഉഷ ടീച്ചർ വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് ഇവിടെ വേദിയിൽ ഇന്ന് കയറേണ്ടി വരുന്നു. അപ്പോൾ എന്നോട് പോവോ നിൽക്കോ കാണോ എന്നൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും നമ്മൾ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ പകുതിയിൽ എനിക്ക് പോവാന്നുള്ളത് ഒരു നല്ല ഒരു കാര്യമല്ല. അത് സ്റ്റേജിൽ കളിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും മുഴുവൻ കണ്ടിട്ടേ പോവുള്ളൂ. ഒരിക്കലും കൂടി ഞാൻ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ കൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതിനോടൊപ്പം ചേർന്ന് നടത്തുന്ന നമ്മുടെ ഭാരത് ഭവൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് മിസ്റ്റർ പ്രമോദിനും, എന്നെ സ്ഥിരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന സുകന്യ, പിന്നെ മിസ്റ്റർ റോബിൻ, ഇവരെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ മിനിസ്റ്റർ പോയി. എന്തായാലും എല്ലാവർക്കും നന്ദി. എന്നെ ഇങ്ങനെ ഒരു ഇവിടെ വിളിച്ചതിനെ, എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനെ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും ഞാനിവിടെ എത്തി.
വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. കേരളത്തിൻ്റെ മരുമകളല്ല, മകൾ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി മാം തെളിയിച്ചിരിക്കുകയാണ്. മാമിൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്നത്തെ ഈ ചടങ്ങിന് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന കൾച്ചറൽ ആക്ടിവിസ്റ്റും സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ശ്രീമതി സിനി കെ തോമസ് മാമാണ്. മാമിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ ശ്രീ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പോൾ പോയതേ ഉള്ളൂ, പി പ്രസാദ് സർ, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട MP ശ്രീ ബിനോയ് വിശ്വം സർ, ശ്രീമതി അനുപമ മോഹനൻ, ശ്രീമതി മാർഗി ഉഷ, അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ, സൗമ്യ, ശ്രീമതി സൗമ്യ. ഞാനിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഡോക്ടർ പ്രമോദ് പറഞ്ഞു, നമുക്കധികം സമയമില്ല, പെട്ടെന്ന് തീർക്കണം. എനിക്കാണെങ്കിലും ഒട്ടും തന്നെ പറയാനുമില്ല. പക്ഷേ ഡൽഹിയുടെ റെഫറൻസ്, ഞാൻ ഏകദേശം കട്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഡൽഹിയുടെ റെഫറൻസ് കുറേയേറെ തവണ ഈ വേദിയിൽ, ഇന്നലെയും ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഇല്ലാത്തതുപോലെ ഇന്ന് ഡൽഹി റെഫറൻസ് ഏറെ വന്നതുകൊണ്ട് ഒരു കപില വാത്സ്യായനൻ ഒരു ഡെല്ലിയേറ്റ് ആയിരുന്നതുകൊണ്ട് ഞാനും ഒരു തരത്തിലൊരു സെമി ഡെല്ലിയേറ്റ് ആയിരുന്നതിനാൽ എനിക്കൊരു 3 കാലഘട്ടമാണ്. ഒരു ഡൽഹിക്കാരുടെ ഇടയിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, ഡൽഹി സക്സ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ഒരിക്കൽ അതിലേക്ക് ആ നഗരത്തിലോട്ട് എത്തിപ്പെട്ടാൽ പിന്നെ ആ നഗരം നിങ്ങളെ വിടില്ല, അതിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. ഞാൻ പഠിക്കാൻ പോയി, പഠിച്ചു, ജേർണലിസ്റ്റായിട്ട് അവിടെ ജോലി ചെയ്തു. ഒരു 2008 ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വന്നു. എനിക്ക് 3 months നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡൽഹി അഗെയിൻ സക്ട് മീ ടു JNU. അവിടെ എത്തി ഒരു 4 വർഷം ഒക്കെ JNUവിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും നാട്ടിൽ വന്നു. ഒരു 5-6 years കഴിഞ്ഞപ്പോഴത്തേക്കും അഗെയിൻ ഇറ്റ് സക്ട് മീ ടു കേരള ഹൗസ്. അപ്പോൾ ഇനി എപ്പോഴാണ് ഡൽഹി തിരിച്ചു വിളിക്കുന്നതെന്ന് അറിയില്ല. അതിനങ്ങനെ ഒരു മാസ്മരികതയുണ്ട്. ഡൽഹിയുടെ മാസ്മരികത ഇന്ത്യയുടെ മാസ്മരികതയാണ്. ഇന്ത്യയിലെ എല്ലാ കലാകാരും, എല്ലാ കലാരൂപങ്ങളും, എല്ലാ കലാ അവതരണങ്ങളും സമ്മേളിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല സർ, ഡൽഹിയുടെ രാഷ്ട്രീയമോ ഡൽഹിയുടെ മറ്റ് ഒരു ഭൂരേഖാപരമായ പ്രത്യേകതകളോ അല്ല. ഡൽഹിയുടെ ചാമെന്ന് പറയുന്നത് ഡൽഹിയുടെ നമ്മൾ ഒരു പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ TV തുറന്നാൽ കാണാൻ പറ്റാത്ത ഒരു സാംസ്കാരികതയുണ്ട് ഡൽഹിക്ക്. അവിടെ വളരെ പ്രസിദ്ധരായ, വളരെ പ്രശസ്തരായ, ഇവിടെ വന്ന് മോഹിനിയാട്ടത്തിൻ്റെ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന ദീപ്തി ഓംചേരിയെ പോലെയുള്ള മലയാളികളുണ്ട്. അതുപോലെ തന്നെ വളരെ ജയപ്രഭ മേനനെ പോലെയുള്ള മോഹിനിയാട്ടം പ്രഗത്ഭമതികളായിട്ടുള്ളവരുണ്ട്. ICK ഇൻ്റർനാഷണൽ കഥകളി സെൻറ്റർ എന്ന പേരിൽ അവിടെ വളരെ വിഖ്യാതമായ സർദാർ പണിക്കരൊക്കെ ആരംഭിച്ച കഥകളി സെൻറ്ററുണ്ട്. ഇപ്പം ഡൽഹിയിലെ കേരളം മുകുന്ദനും സച്ചിദാനന്ദൻ മാഷും ആനന്ദും ഒക്കെ OV വിജയനുമൊക്കെ സൃഷ്ടിച്ചെടുത്ത ഒരു കേരളമുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഓരോ നാടിനും ഡൽഹിയുടെ അകത്ത് അവരുടേതായിട്ടുള്ള ഒരു ഇടമുണ്ട്. ഒട്ടും പരോക്യലല്ലാത്ത ഒരു നഗരമാണത്. 2020 കപില വാത്സ്യായനൻ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഈ ലോകത്ത് മുഴുവനും ഉണ്ടായിരുന്നൊരു പ്രത്യേകത, പ്രത്യേകിച്ചും ഡൽഹിയെ വല്ലാതെ മതിച്ച ഒരു പ്രത്യേകത, കോവിഡിൻ്റെ ഒരു പീക്ക് ടൈമായിരുന്നു. ഒരു കേരള ഹൗസിൽ അവസാനത്തെ ഒരു കോവിഡിന് മുമ്പുള്ളൊരു അവസാനത്തെ ഒരു മീറ്റിംഗ് നടക്കുന്നത് March 8-നായിരുന്നു.
അതിനുശേഷം ഒരു ഒരു ഡൽഹി അടയ്ക്കപ്പെടുകയാണ്. പിന്നീട് പെട്ടെന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും കപില വാത്സ്യായനെ പോലെയുള്ളവർ ഈ ലോകത്ത് നിന്ന് നീങ്ങുന്നത്. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്ന ധാരാളം ആളുകൾ ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. സോ ആ കാലഘട്ടത്തിൽ ഞങ്ങളും ചെയ്ത ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ആർക്കാണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്റ്റേജ് പെർഫോമേഴ്സിനായിരുന്നു. കാരണം സ്റ്റേജ് ഇല്ലാതായി. സോ ഒരു 25 വർഷത്തിന് ശേഷം കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായി കഥകളി അവതരിപ്പിച്ചത് കോവിഡിന് ശേഷം 2021 ചെറുതായിട്ട് ഡൽഹി ഓപ്പണപ്പ് ആയപ്പോഴായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു നിങ്ങൾ തോറ്റുപോകും. കാരണം കഥകളി കാണാൻ 20 മിനിറ്റ് വെച്ചാൽ കാണാൻ ആളുകളില്ലാത്ത ഒരു കലാരൂപം. അന്ന് പരീക്ഷണാർത്ഥം 150 കസേരകളിട്ട് നളചരിതം 2-ാം ദിവസം അവിടെ ആടുമ്പോൾ സദനം കൃഷ്ണൻകുട്ടി ആശാനെ പോലെയുള്ള, കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയെ പോലെയുള്ള മികച്ച ചെണ്ടയ്ക്കും വേഷത്തിനും ഒക്കെ മാർഗ വിജയകുമാർ സാറിനെ പോലെയുള്ള ആൾക്കാർ അവിടെ എത്തി വേഷം കിട്ടി. നമ്മൾ ICKയിൽ നിന്ന് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും കോസ്റ്റ്യൂമും എടുത്ത് അവിടെ ആ കഥകളി വേഷം അവിടെ 2-ാം ദിവസം നളചരിതം ആടുമ്പോൾ ഞങ്ങളിട്ട 150 കസേരകൾ നിറഞ്ഞ് ആളുകൾ നിൽക്കുകയായിരുന്നു. ആ ഓഡിയൻസിനെ കണ്ടിട്ട് അവർ പൂർണ്ണമായിട്ടും അത് കളിക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾ പൂർണ്ണമായും കളിക്കണമെന്ന് പറഞ്ഞ് 6 മണിക്കൂറിന് ശേഷം കഥകളി അവസാനിക്കുമ്പോഴും അവിടെ 100ഓളം കസേരകളിൽ ആളുകളായിരുന്നു. അന്ന് സദനം കൃഷ്ണൻകുട്ടി ആശാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ നാട്ടിൽ കളിക്കുമ്പോഴും പൂർണ്ണമായി കളി തീരുമ്പോൾ 50 പേര് പോലും ഉണ്ടാകാറില്ല കേട്ടോ. സോ ഡൽഹിക്ക് യഥാർത്ഥ കലയെ, അല്ലെങ്കിൽ ഡൽഹിയിലെ മലയാളികൾ മാത്രമല്ലായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്, യഥാർത്ഥ കലയെ മനസ്സിലാക്കാനും യഥാർത്ഥ കലാകാരെ സ്നേഹിക്കുവാനും പറ്റുമെന്ന് ഞങ്ങൾ നടത്തിയ എക്സ്പെരിമെൻറ്റിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു അത്. അടുത്ത വർഷം 2022 ഒരുപക്ഷെ അന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും കപില വാത്സ്യായനെ കിട്ടില്ല. ഞങ്ങൾ കേരളപ്പിറവി ദിനത്തിലേക്ക് വിളിച്ചത് പത്മവിഭൂഷൺ സോണൽ മാൻസിംഗ് മാമിനെയായിരുന്നു. ശരിക്കും അവരാണ് വളരെ മോഹിനിയാട്ടം എന്ന ക്ലാസിക്കൽ കലാരൂപത്തെക്കുറിച്ചും കഥകളി എന്ന ക്ലാസിക്കൽ കലാരൂപത്തെക്കുറിച്ചും വളരെ മനോഹരം, ഇത്രയും മനോഹരമായി മറ്റാരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. സോ ഡൽഹിയുടെ പ്രത്യേകതയെക്കുറിച്ച് പലരും പറഞ്ഞപ്പോൾ, ഡൽഹിയിലെ കലയ്ക്ക് ഭാഷയില്ലല്ലോ, കലയ്ക്ക് ദേശവുമില്ല. സോ ഡൽഹിയിലെ കലാ അവതാരകരും കലാകാരും കലാസ്നേഹികളുമൊക്കെ അവർ ഭാഷയ്ക്കും അപ്പുറം കാലത്തിനും അപ്പുറവുമാണ് കലയെ സ്നേഹിക്കുന്നത്. സോണൽ മാൻസിംഗ് മാമിൽ നിന്നാണ് നമ്മൾ മോഹിനിയാട്ടത്തെക്കുറിച്ച് പലതും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കപിലാജിയിൽ നിന്നാണ് പലരും പല ആർട്ട് ഫോമിനെക്കുറിച്ചും അതിൻ്റെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി വശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വർഷവും ഞങ്ങൾ 150 കസേരയ്ക്ക് പകരം 400 കസേരയിട്ട് ദുര്യോധനവധം കലാമണ്ഡലം രാജശേഖരൻ ആശാനും സദനം കൃഷ്ണൻകുട്ടി ആശാനും ഒക്കെ ചേർന്ന് കേരള ഹൗസിൽ ദുര്യോധനവധം ആടിയപ്പോൾ 400 കസേരയിട്ടിട്ടും ആ കളി തീരുന്നത് വരെ ആളുകൾ നിന്ന് കഥകളി കണ്ടു. യഥാർത്ഥ കല അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെയും ഈ ഒരു ചെറിയ ഒരു ഓഡിയൻസിൽ, ചെറിയ ഒരു ഓഡിറ്റോറിയത്തിൽ വലിയ പ്രചരണമോ പരസ്യങ്ങളോ ഒന്നുമില്ലാതെ ഇവിടെ ഒരു കസേര പോലും ഒഴിയാതെ നമ്മൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണവും യഥാർത്ഥ കലയെ കാലം കടന്ന് ഭാഷ കടന്ന് അതിരുകൾ കടന്ന് എത്തുന്ന യഥാർത്ഥ കലയെ, യഥാർത്ഥ കലാകാരെ നമുക്ക് മനസ്സിലാക്കാനും ആദരിക്കാനും പറ്റുന്നത് കൊണ്ടാണ്. ഒരു കലയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പൈഡ് പൈപ്പർ ഓഫ് ഹാംലെറ്റ് എന്ന ഒരു നാടോടി കഥ റോബർട്ട് ബ്രൗണിങ് വളരെ മനോഹരമായ ഒരു പോയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥയിലേക്ക് കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, രാജാവ് രാജ്യത്ത് എലിശല്യമുണ്ടായപ്പോൾ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത എലിശല്യം കലാകാരൻ പൈഡ് പൈപ്പർ കുഴലൂതിയാണ് പരിഹരിച്ചത്. അർദ്ധരാജ്യം ഓഫർ ചെയ്ത് അത് കിട്ടാതെ വന്നപ്പോൾ കലാകാരൻ അഥവാ പൈഡ് പൈപ്പർ വീണ്ടും കുഴലൂതി രാജ്യത്തിലെ കുട്ടികളെയും അടിച്ചു കൊണ്ടുപോയി കളഞ്ഞു. പൈഡ് പൈപ്പറെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചത്. പുനർവായനകൾ വരുമ്പോൾ മനസ്സിലാകും
പൈറ്റ് പൈപ്പർ എന്നത് ഒരു മഹാനായ കലാകാരനായിരുന്നു. കുഴലൂതുമ്പോൾ ഒരു നഗരത്തെയാകെ, അതല്ലെങ്കിൽ ഒരു ജനതയാകെ, ഇവിടെ ഭാരത് ഭവനിലും ഇവിടെ പൈറ്റ് പൈപ്പർ കുഴലൂതുമ്പോൾ ഞാനും നിങ്ങളും ഇവിടെ എത്തിച്ചേരുന്നതും കല മഹത്തരമാകുന്നത് കൊണ്ടാണ്, കലാകാരൻ മഹത്തരം ആകുന്നത് കൊണ്ടാണ്. ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഇത്തരം ശ്രേഷ്ഠമായ കലാ അവതരണം എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. നന്ദി, നമസ്കാരം. നന്ദി മാം. സമയപരിമിതി മൂലം ഫെസ്റ്റിവൽ കോർഡിനേറ്റർ റോബിൻ സാർ സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സോ നൗ ഐ കോൾ അപ്പോൺ ശ്രീമതി സൗമ്യ ജൊനലഗഡ ടു സേ her vote of thanks. Honorable dignitaries on the dais, esteemed guests, respected artists, and my dear audience, Namaskaram. I stand before you today with immense gratitude as a representative of the Telugu Samskritika Sangham in this beautiful celebration of Indian classical dance. We are gathered here today to honor our rich cultural heritage and pay tribute to a towering figure in the realm of Indian arts, Padma Vibhushan, Dr. Kapila Vatsyayan Garu. Dr. Kapila Vatsyayan, a name synonymous with the revival and promotion of Indian classical arts, was a scholar, a visionary, and an indomitable force in the cultural landscape of India. A true polymath, she contributed greatly to the understanding of Indian dance, music, and visual arts. Her deep commitment and academic approach towards preserving our traditional art forms have left an indelible mark. It is because of stalwarts like her that we stand rooted in our cultural traditions while embracing modernity. This festival is not just a gathering of dance forms, but a heartfelt tribute to Dr. Kapila Vatsyayan, celebrating her unparalleled contribution to the Indian classical arts, which she nurtured with passion and dedication. I would now like to take this opportunity to express my sincere gratitude to our esteemed chief guests who have graced this occasion with their presence. Shri P. Prasad, Honorable Minister of Agriculture. Sir, we are deeply honored by your support and presence today. Your encouragement towards preserving our cultural heritage is truly commendable. Srimati Sini K. Thomas, Deputy Director of Directorate of Culture. Ma'am, thank you for your continued efforts in fostering cultural initiatives and arts in our community. A special thanks to Shri P.A. Mohammad Riaz, Minister of Tourism, PWD, for conveying his message through video despite his busy schedule. A heartfelt thank you to Dr. Pramod Payanur, Member Secretary of Bharat Bhavan, for your invaluable guidance and for making this event possible with your steadfast commitment. I would also like to express my gratitude to Advocate Robin Xavier, the festival coordinator, whose tireless efforts and seamless organization has made this festival a grand success. In addition, we are privileged to felicitate an incredible exponent of our classical dance form today. Srimati Margi Usha, a master of Kudiyattam. Srimati Anupa Mohan, a master of Kuchipudi. We are blessed to witness the grace and dedication of such talented artists who have devoted their life to preserving an ancient form. A special thanks to Srimati Anupama Mohan Garu, Natya Visharada, for her tributary speech on the great Padma Vibhushan Yamini Krishnamurthy, whose life and work remain an inspiration to all dancers. Thank you, ma'am, for sharing your pearls of wisdom and your experiences with us. Lastly, my thanks go to all the artists, performers, and the audiences whose passion and love for Indian classical dance form has truly made this evening magical.
Thank you, one and all. Let's continue to celebrate our rich heritage with the same fervor and dedication. Namaskaram. താങ്ക് യു മാം. സാംസ്കാരിക സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കലാകാരന്മാർക്ക് കുറച്ചുകൂടെ നല്ലൊരു കൈയടി കൊടുത്തൂടെ? ഈ അതുല്യ കലാകാരന്മാരെ ഇപ്പോൾ ഇവിടെ ആദരിക്കുകയാണ്. ആദ്യമായി മിസ്റ്റർ മദൻ നായിക്. മദൻ നായിക്, please come forward. ശ്രീ സുധന്യ കാലിന്തി. സുധന്യ കാലിന്തി. ശ്രീ ചേപ്പ കുമാർ. ചേപ്പ കുമാർ. ശ്രീ ചേപ്പ കുമാർ. ശ്രീ പ്രഥം ഗോറാത്ത്. ശ്രീ ഗഹാഞ്ചു കുമാർ. ശ്രീ റസിക് കാളിന്തി. ശ്രീ ബിജയ് നായിക്. ശ്രീ ലൽതു കുമാർ. ശ്രീ ശ്വേത് ഭവൻ കുമാർ. ഈ കലാകാരന്മാരെ ആദരിക്കുന്നതിനായി ശ്രീ പ്രമോദ് പയ്യന്നൂർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ സ്മി മാഡത്തെയും അനുപമ മാഡത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനിൽ അയ്യൂർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ആദ്യം ക്ഷണിക്കുകയാണ് കലാമണ്ഡലം സജികുമാർ. കലാമണ്ഡലം സജികുമാർ. മാർഗി മഹേഷ്. മാർഗി അഖിൽ. മാർഗി ഭവനി. ഒരിക്കൽ കൂടി നമുക്ക് ഏവർക്കും നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ഈ കലാകാരന്മാരെ ആദരിക്കാം. പത്മവിഭൂഷൺ ഡോക്ടർ കപില. ആദരവ് ഞങ്ങൾക്കും മതിയായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരിക്കൽ കൂടി ടീച്ചറിനെ ഞങ്ങൾ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്.